റെഡി വീണ്ടും വീണ്ടും നമ്മൾ ഓക്കെ റെഡി. ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, കാരണം കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിന്റെ എന്തെങ്കിലും വരണ്ടേ? അതെ, പക്ഷെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഓക്കെ, എൻ്റെ ചെകുത്താനെ പ്രാർത്ഥിക്കണോ നോക്കിയതാ, പ്രാർത്ഥിച്ചോ. ചെകുത്താനെ വിളിച്ചെന്ന് തുടങ്ങാൻ കാരണം അറിയോ? അറിയാം, ബിഗ് ബോസിനുള്ളിലേക്കല്ലേ, ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നശിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, അതായത് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയെങ്കിലും ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ കോമണറായിട്ട് തിരഞ്ഞെടുക്കണേ. ഓക്കെ, ചെറുത്താൻ കേട്ടിട്ടുണ്ടാവും. നീ ശ്ലോകം ചൊല്ലണോ? അതും കൂടി ത്രികോണ മധ്യ. ഓക്കെ, അതെന്തായാലും ആ ശ്ലോകം ചെല്ലുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമോ. കാളപ്പന്നി. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് വരാം. പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിലെ താരങ്ങൾ ലാലേട്ടനും റസ്മിൻ ബോയിയാണ്. ലാലേട്ടൻ തമ്പനയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല, അതങ്ങ് കൺഫേം ആയല്ലോ. അതെ, ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അതായത് ബിഗ് ബോസ് സീസൺ 7 ആങ്കർ അത് നമ്മുടെ ലാലേട്ടൻ മുത്തന്നെ ആയിരിക്കും. ഓക്കെ, ലാലേട്ടൻ ഇത്തവണ തകർക്കും ചെയ്യും. കാരണം 2025 ചെറുക്കൻ്റെയാണ്. അപ്പൊ ചെറുക്കൻ അവിടെ ഫോം തന്നെയായിരിക്കും. ഇവിടെ ഫോം ആവട്ടെ, ആയിരിക്കും. അത് ട്രാക്കിൽ വരാന്ന് പറഞ്ഞ സാധനം, എന്ത് ചെയ്താലും നല്ലതായി സംഭവിക്കുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതാണ് ഈ 2025 ലാലേട്ടന്. അതാണ് ആ ഒരു ട്രാക്കിൽ വന്നു ആള്. പിന്നെ ബിഗ് ബോസിനുള്ളിലേക്കാണല്ലോ എന്നുള്ളത്. അല്ല, എത്രയൊക്കെ ട്രാക്കിൽ വന്നാലും ബിഗ് ബോസ് ആണല്ലോ. അവിടെ എത്തിക്കഴിയുമ്പോ പിന്നെ സംഭവിക്കുന്നത് എന്തായിരിക്കും പറയാൻ പറ്റൂല. അത് വേറൊരു ലോകമാണ്, വേറൊരു യൂണിവേഴ്സ് ആണ്. അതിലുള്ള പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഒക്കെ അതിന്റെ അളവ് കോൽ നമ്മുടെ കയ്യിലില്ല. ഒരിക്കലും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സ്റ്റാൻഡേർഡും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ എന്തായാലും തമ്പനയിൽ ലാലേട്ടൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടനാണ് ബിഗ് ബോസ് സീസൺ 7 ആങ്കർ. പിന്നെ കോമണറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ റസ്മിൻ ഭായ് വന്ന് പറഞ്ഞിട്ടുണ്ട്. കോമണറാണെന്ന് പറഞ്ഞത്. ആണ്, കോമണറാണ് പറഞ്ഞത്. കോമണറാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. കോമണറായിട്ടാണ് എന്തായാലും ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് ആള് കയറിയത്. ഓക്കെ, എന്താണെങ്കിലും ബിഗ് ബോസ് മൈജി ബിഗ് എൻട്രി, ഇതാണ് ഈ സംഭവത്തിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ. അപ്പൊ മൈജി ആയിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കിട്ടും. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാവും ആയതുകൊണ്ട്. ഓക്കെ, എന്തായാലും മൈജിയുടെ മൈജി ഫ്യൂച്ചർ ഷോറൂമിലേക്ക് പോവാം. അവിടെ ഇതിന് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രത്യേക സ്പേസ് ഉണ്ട്. അവിടെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യണം. നമ്മൾ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം, നമ്മുടെ ഏരിയയിൽ നിന്ന് നമുക്കിഷ്ടമുള്ള പോലെ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ, 60 MB താഴെയുള്ളൊരു വീഡിയോ അവർ പറയുന്ന സൈറ്റിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ചെറിയൊരു മാറ്റമുണ്ട്. അതായത് മൈജിയുടെ ഷോറൂമിൽ ചെന്നിട്ട് അവർ പറയുന്ന സ്പേസ് ഉണ്ട്. അവർ അതിനായിട്ടൊരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിഗ് ബോസ് ബിഗ് എൻട്രി ഷൂട്ടിംഗ് സ്പേസ്, ഷൂട്ടിംഗ് സ്പോട്ട് എന്നാണ്. അവിടെ പോയി നിന്നിട്ട് വീഡിയോ ചെയ്യണം. അത് 50 MB പാടുള്ളൂ. 3 മിനിറ്റിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, അതായത് താൻ എന്തിന് ഈ ബിഗ് ബോസ് സീസൺ 7 എൻട്രി ആവണം, അതിനുള്ള തൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത്, അതിന്റെ അർഹത എന്താണ്, അതിന്റെ അർഹത പറഞ്ഞിട്ടുള്ള അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ വീഡിയോയിലൂടെ. നീയാണെങ്കിൽ ചോദ്യം കൊണ്ട് അർഹത എന്താണ്? ഇതാ ഈ മറ്റെന്താ പറയാ, ഒരു കണ്ടന്റും ഇല്ലാതെ ഇവിടെ വന്നിരുന്ന് വെളുപ്പില്ലാതെ ഒരു നാളല്ലാണ്ട് ചലച്ചോണ്ടിരിക്കും. അതെ, അത് ഈ വീഡിയോ തന്നെ ഈ കണ്ടന്റ് വെച്ചത് 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ തീർച്ചയായിട്ടും അതിനുള്ള കഴിവുണ്ട്. ഇത് വെച്ചിട്ട് ഇത് തന്നെയാണ് നമ്മുടെ അർഹത. ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലല്ല, അതിന്റെ വേറെ ഒന്നും കൂടി കുറച്ചും കൂടി ഒന്നും കൂടി ഒരു പടി മുകളിൽ നിൽക്കുന്നത്. അതായത് ബിഗ് ബോസ് കാണുന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ അർഹത. അതൊരു സത്യമായിരുന്നു, അതൊന്ന് പറയണമായിരുന്നു, അത് വിട്ടുപോയതാ. ഇത് ചിലപ്പോ ആർക്കും പറ്റിയേക്കാം, ആയിത്താളടിക്കാൻ ചിലപ്പോ ആരെ കൊണ്ടും പറ്റും. പക്ഷെ ഇതിരുന്ന് കാണുക എന്ന് പറഞ്ഞാണല്ലോ, അതൊരു അർഹത തന്നെയാണ്.
അതിന് കൊടുക്കണമെന്ന് ഒരു 5 അവാർഡ് വേറെ. എന്താണെങ്കിലും അത് പറഞ്ഞിട്ട് കേറണല്ലേ ബിഗ് ബോസ് ഒന്ന് ധരിക്കും വീഡിയോ കാണുമ്പോ ഭീകരാണല്ലോ. നല്ലൊരു ഹിന്റാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും അവര് നിങ്ങളെ റിജക്ട് ചെയ്യില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ ചാനലിനെ കുറ്റം പറഞ്ഞിട്ട് അവനങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ശരിയാക്കാന്നുള്ളതായിരിക്കും. അപ്പൊ എന്തായാലും അവിടെ ഇട്ട് റിജക്ട് ചെയ്യില്ല, ഉള്ളിൽ അകത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊല്ലാനായിരിക്കും പ്ലാന്. എന്താണെങ്കിലും ഈ വീഡിയോ ചെയ്തതിന് ശേഷം bb7.geo.com സെൻഡ് ചെയ്ത് കൊടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവസാന തീയതി 10-ാം തീയതി, ജൂലൈ 10 പെയ്യട്രാ. ബിഗ് ബോസിനെ കുറിച്ചല്ലേ പറയണേ, കരച്ചിലാണ്, പ്രകൃതി വരെ കരയും. പെരും മഴയാണ് കേട്ടോ. അതൊന്നുമല്ല, ദൈവത്തിനെ വിളിച്ചില്ലല്ലോ തുടക്കത്തില്, ചെകുത്താനല്ലേ വിളിച്ചോണ്ടോ. ഒന്നുകൂടി വിളിച്ച് പറഞ്ഞേക്ക് മഴ പെയ്യുന്നുണ്ടോ. ദൈവമേ, ബിഗ് ബോസിനെ കുറിച്ച് ആയതുകൊണ്ട് മാത്രമാണ് ദൈവത്തെ പരിഗണിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം അതേ പറയൂ. അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തെ വിളിക്കുള്ളൂ. നല്ല കാര്യങ്ങൾക്ക് നിന്റെ മതി, മോശം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ചെകുത്താനെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കുന്നു. ഇപ്പൊ വേറെ പ്രശ്നമുണ്ട്, ഇപ്പൊ തെറ്റ്. അപ്പൊ ബിഗ് ബോസ് സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു മോശമായ സാധനമാണോ അല്ല, അതുകൊണ്ടല്ലേടാ അരി മേടിക്കുന്നത്? അടുത്ത ചോദ്യം. അരി നമ്മൾ ചെകുത്താനെ വിറ്റിട്ടും വാങ്ങും. ഇവന്മാരൊക്കെ മുന്നിൽ പോയി പെട്ടാതെ എന്നെ വിറ്റിട്ടും അവർ അരി മേടിക്കും. അതെ, ചെകുത്താൻ അല്ലെങ്കിൽ നിന്റെ അടിയിലൂടെ അത് ദൈവത്തിന് കൂടുതൽ പണി കൊടുത്ത്, കൂടുതൽ മനുഷ്യരും ദൈവത്തെയാണല്ലോ കൂടുതൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പണി ദൈവത്തിനാണ്. അപ്പൊ ചെകുത്താൻ വളരെ സിമ്പിളായിട്ടിരുന്ന് ടോം ആൻഡ് ജെറി കണ്ടോണ്ടിരിക്കുക, ഏത് പണി കുറവായതുകൊണ്ട്. അങ്ങനെ നൈസായിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ. അതാണ് പണി കൊടുക്കുമ്പോ നമ്മള് ചെകുത്താനും കൊടുക്കും. ചെകുത്താനിട്ടാണ് പണി കൊടുക്കുക. അതായത് ദൈവത്തിന് പണി കൊടുക്കുന്ന ആളല്ലേ, ദൈവത്തിന് അത് ഏൽക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ വീഡിയോ തുടങ്ങിയത് നമ്മൾ എന്തിനായിരുന്നു? പ്രമോനെ കുറിച്ച് പറയാനല്ലേ. ചെകുത്താൻ സീസൺ 7 തുടങ്ങാൻ പോകുന്നു, അതിന് പ്രമോ വന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു ചെകുത്താനും ദൈവവും തമ്മിലുള്ള സാധനത്തിലേക്ക് എത്തും. ഇനി അവിടുന്ന് വിട്ടു പോകും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞില്ലേ ഈ വായ്ത്താളം അടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞാൽ 2 മണിക്കൂറല്ല 3 മണിക്കൂർ വേണമെങ്കിൽ ഈ ഇരുത്തിരിക്കും കഥയും പറഞ്ഞിട്ട്. എന്താണെങ്കിൽ അത്രയും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. എന്താണെങ്കിലും സീസൺ 7 പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പൊ കോമണേഴ്സ് ആയിട്ട് ചെകുത്താൻ ഇവിടെ വർക്കാവുമെന്ന് അറിഞ്ഞപ്പോ ദൈവം പ്രവർത്തിച്ചു, ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇതാണ് സത്യം എന്ന് പറയുന്നത്. അതായത് ചെകുത്താനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്ത് അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ ഒരു ഇറക്കുമതിയാണത് എന്ന് പറയാണ്. മതി നിർത്തിക്കോ, വീഡിയോ തന്നെ നിർത്തിക്കോ, പോയേക്കാം. അപ്പൊ എന്താണെങ്കിലും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസ് 7 എൻട്രി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എല്ലാവരും നേരെ മൈജിയിലേക്ക് വിട്ടോളുക. അവിടെ പോവുക, നിങ്ങളുടെ അർഹത പറഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുക, അപ്ലോഡ് ചെയ്തേക്കുക. അല്ലെങ്കിൽ ഇത് അതായത് മൈജിയുടെ കൈ വലുതാണല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലും വലിയൊരു സാധനം വാങ്ങുക, പർച്ചേസ് ചെയ്യുക, എന്നിട്ട് കാണിക്കുക, ഇത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ അർഹത. അതാണ്, അതൊരു സത്യം. അതൊക്കെ അങ്ങനെ കുറെ കുട്ടൻസുകളുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതിന്റെ ഇടയിലൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടില്ലേ, അതായത് നിങ്ങൾ ഇത്രയും നല്ലൊരു ഗുണമുള്ള ഒരാളായി ഉപഭോക്താവായി മാറുന്നു. ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അല്ല, അതിന് കഴിവുണ്ട് എന്ന് കാണിച്ചു കൊടുത്തത്. അതാ, ഓക്കെ, അത് കൊള്ളാം. അപ്പൊ എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരണം, എന്നാലേ നമുക്കും വരാൻ പറ്റുള്ളൂ. വെറുതെ വന്നിരുന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്കും കൂടി വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ വെറുപ്പിക്കലോ, ഇത് എത്ര വെറുപ്പിക്കല് കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.